5ാം ക്ലാസ് സോഷ്യൽ സയൻസ് ഭാഗം 1 രണ്ടാമത്തെ ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് ഭക്ഷണവും മനുഷ്യരുമാണ്. അതായത് ഒക്ടോബർ 16 ലോക ഭക്ഷ്യദിനം. അത് ഒക്ടോബർ 16 ലോക ഭക്ഷ്യദിനത്തോടനുബന്ധിച്ച് ഇന്ന് സ്കൂളിൽ ഭക്ഷ്യമേള ഉണ്ടായിരുന്നു. എന്ത് രസമായിരുന്നെന്നോ. ടീച്ചർ പറഞ്ഞതനുസരിച്ച് ക്ലാസ്സിലെ കൂട്ടുകാർ എല്ലാവരും ഓരോരോ വിഭവങ്ങൾ കൊണ്ടുവന്നു. ഞാനും കൂട്ടുകാരും ഓരോ സ്റ്റാളും കണ്ടു നടന്നു. എന്തെല്ലാം വിഭവങ്ങൾ! കപ്പയും ചക്കയും ചെറുധാന്യങ്ങളും കിഴങ്ങുകളും പഴവർഗ്ഗങ്ങളും കൊണ്ടുള്ള വ്യത്യസ്ത വിഭവങ്ങൾ. പായസം, ലഡു, ഹൽവ, കേക്ക്, മിഠായികൾ, ഉപ്പിലിട്ടത്, അങ്ങനെ എത്രമാത്രം വിഭവങ്ങളാണ് ഉണ്ടായിരുന്നത്! ഇതെല്ലാം കണ്ടെൻ്റെ നാവിൽ വെള്ളം നിറഞ്ഞു. അപ്പോഴേക്കും ക്ലാസ് ടീച്ചർ ഞങ്ങളോടൊപ്പം കൂടി. ടീച്ചർ ഞങ്ങൾക്ക് മിഠായികളും പായസമൊക്കെ വാങ്ങിത്തന്നു. എന്ത് രുചിയായിരുന്നു! ഇപ്പോഴും അവയുടെ രുചി നാവിൽ തങ്ങി നിൽക്കുന്നു. അതായത് സിബി എന്ന ഒരു വിദ്യാർത്ഥി എഴുതിയ ഡയറി കുറിപ്പ് നമ്മൾ വായിച്ചല്ലോ. ഏതൊക്കെ വിഭവങ്ങളെക്കുറിച്ചാണ് ഈ കുറിപ്പിൽ സൂചിപ്പിക്കുന്നത്? നമുക്ക് നോക്കാം. ഇതിൽ പറയുന്ന വിഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? കപ്പയെക്കുറിച്ച് പറയുന്നുണ്ട്, ചക്കയെക്കുറിച്ച് പറയുന്നുണ്ട്, പിന്നെ ചെറുധാന്യങ്ങൾ, അതേപോലെ കിഴങ്ങുകൾ, പഴവർഗ്ഗങ്ങൾ, അതേപോലെ പായസം, ലഡു, ഹൽവ, കേക്ക്, മിഠായികൾ, ഉപ്പിലിട്ടത്. അതിനെക്കുറിച്ചെല്ലാം ഈ സിബി ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇവ കൂടാതെ മറ്റെന്തെല്ലാം ഭക്ഷ്യവിഭവങ്ങളാണ് നിങ്ങൾ കഴിച്ചുള്ളത്? അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് നമ്മുടെ നിത്യജീവിതത്തിൽ കഴിക്കുന്നത്? നമ്മൾ എപ്പോഴും കഴിക്കുന്നത് എന്തൊക്കെയുണ്ട്? നമ്മൾ എന്തൊക്കെ കഴിച്ചിട്ടുണ്ടാവും? ചായ കുടിക്കും, അതേപോലെ എന്തൊക്കെ തിന്നും? നമുക്ക് ബിസ്ക്കറ്റ് തിന്നും. അതേപോലെ നമ്മൾ എന്തൊക്കെ കഴിച്ചുള്ളത് നമ്മളൊരു പട്ടിക തയ്യാറാക്കാം. നമ്മൾ ഒരു ദിവസം കഴിക്കുന്ന സംഭവം എന്തൊക്കെയാണ് അതൊന്ന് നമ്മൾ പട്ടിക തയ്യാറാക്കിയാൽ വേണ്ടത്. നമ്മളിപ്പോൾ ഈ ഭക്ഷണം കഴിക്കുന്നതിന് വളരെ ചരിത്രമുണ്ട്. അത് ആ ചരിത്രം അറിയാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹമില്ലേ? നമുക്ക് ആ ചരിത്രത്തിലേക്ക് നോക്കാം. അപ്പോൾ ഇന്ന് കാണുന്ന ഭക്ഷണങ്ങൾക്ക് കാരണമായ കുറേ ചരിത്രങ്ങളുണ്ട്. പണ്ടത്തെ കാലത്ത് എങ്ങനെയാണ് ഭക്ഷണം ഉണ്ടായെന്നൊക്കെ നോക്കാം. അത് ഭക്ഷണ സമ്പാദനമാണ്. മനുഷ്യരുടെ നിലനിൽപ്പിന് അത്യാവശ്യ ഘടകങ്ങളിലൊന്നാണ് ഭക്ഷണമെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അത് എല്ലാ ജീവികൾക്കും ഭക്ഷണം ആവശ്യമാണ്. ആദിമകാലത്ത് ഇലകൾ, പഴങ്ങൾ, കിഴങ്ങുകൾ, ധാന്യങ്ങൾ എന്നിവയായിരുന്നു ജീവികളുടെ ഭക്ഷണം. കൂടാതെ ചില ജീവികൾ മറ്റു ജീവികളെ കൊന്ന് ഭക്ഷിക്കുകയും ചെയ്യുന്നു. മനുഷ്യരും ആദ്യം അങ്ങനെ തന്നെയായിരുന്നു. ചില ജീവികൾ എന്ത് ചെയ്യുക? മറ്റൊരു മൃഗത്തിനെ കൊന്നിട്ട് അത് ഭക്ഷിക്കും. ഇപ്പോൾ സിംഹമാണെങ്കിൽ മാനിനെ തിന്നും. അതേപോലെ മനുഷ്യനാണെങ്കിൽ എന്ത് ചെയ്യും? ഒരു മീനിനെ പിടിച്ച് കൊല്ലും. മനുഷ്യനാണെങ്കിൽ ആടിനെ കൊല്ലും. അങ്ങനെല്ലാം പിടിച്ച് പച്ച ഇറച്ചി തന്നെ അങ്ങ് തിന്നലാണ് പണ്ടുകാലത്ത്. ഓക്കെ, അതാ ഈ ഫോട്ടോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. മാനിനെ മനുഷ്യന്മാർ അമ്പ് ചെയ്ത് വിപ്പിച്ച് കൊല്ലുന്നു. അതുപോലെ മീനിനെ പോയിട്ട് പിന്നെ അമ്പ് ചെയ്തിട്ട് പിടിക്കുന്നു. ഇതൊക്കെയാണ് ആദിമ മനുഷ്യർ ചെയ്യുന്നത്. നമുക്കൊരു ഇത് ക്വസ്റ്റ്യൻ. ആദിമ മനുഷ്യരുടെ ഭക്ഷണ സമ്പാദനത്തെ സൂചിപ്പിക്കുന്ന ചില ചിത്രങ്ങളാണ് മുകളിൽ നൽകിയിരിക്കുന്നത്. ഇതിൽ നിന്ന് അക്കാലത്തെ മനുഷ്യരുടെ ഭക്ഷണ സമ്പാദനത്തെ സംബന്ധിച്ച് എന്തെല്ലാം വിവരങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? അത് അവർ ഭക്ഷണം ശേഖരിച്ചിരുന്നു. അവർ മൃഗങ്ങളെ വേട്ടയാടിയിട്ടാണ് ജീവിച്ചത്. അവർ പിന്നെ എന്തൊക്കെയാണ്? അവർ മൃഗങ്ങളെ വേട്ടയാടി മത്സ്യങ്ങളൊക്കെ തിന്നിരുന്നു, മത്സ്യങ്ങളൊക്കെ കഴിച്ചിരുന്നു. ഓക്കെ, വേട്ടയാടലിലൂടെയും ഭക്ഷണ ശേഖരണത്തിലൂടെയും അവർക്ക് എന്തെല്ലാം ഭക്ഷ്യവസ്തുക്കളാണ് ലഭിച്ചിട്ടുണ്ടാവുക? അവർക്ക് മിക്കതും കായ്ക്കനികളും വേരുകളും കിഴങ്ങുകളും ഒക്കെയാണ് തിന്നത്. പിന്നെ മൃഗങ്ങളൊക്കെയാണ് അവർ വേട്ടയാടി പച്ചയിറച്ചി തന്നെയാണ് തിന്നത്. ഇനി നമുക്ക് തീയും ഭക്ഷണവും. അത് വേട്ടയാടലിലൂടെയും മറ്റും ലഭിച്ച ഈ ഭക്ഷ്യവസ്തുക്കൾ ആദിമ മനുഷ്യർ പാകം ചെയ്താണോ കഴിച്ചുണ്ടാവുക? അതൊരു ക്വസ്റ്റ്യനാണ്. അതായത് ഈ വേട്ടയാടിച്ചിൽ എങ്ങനെയാണ് കഴിച്ചുണ്ടാവുക എന്ന് പറയാം. അത് തീ ഉൽപാദനവും നിയന്ത്രണവും. അതായത് ഉണങ്ങിയ മരങ്ങൾ തമ്മിൽ ഉരഞ്ഞും പാറയിൽ ഉരഞ്ഞും തീ ഉണ്ടാകുന്നതെന്ന് മനുഷ്യർ കണ്ടു. എങ്ങനെ? ഉണങ്ങിയ മരങ്ങൾ തമ്മിൽ ഉരഞ്ഞും പാറയിൽ ഉരഞ്ഞും തീ ഉണ്ടാകുന്ന മനുഷ്യർ കണ്ടു. അത് ഉണക്കമരം പാറയിൽ ഉരച്ചോ കല്ലുകൾ കൂട്ടിമുട്ടിച്ചോ തീ ഉണ്ടാക്കാമെന്ന് അവരെന്ത് ചെയ്തു? മനസ്സിലാക്കി. ആദ്യകാലം തീയുടെ ഉപയോഗം അറിയാത്തതിനാൽ ലഭ്യമായ വസ്തുക്കൾ പച്ചയായി തന്നെയാണ് അവർ ഭക്ഷിച്ചിരുന്നത്. എന്നാൽ തീയെ നിയന്ത്രിച്ച് ഉപയോഗിക്കാൻ പരിശീലിച്ചതോടെ അവർ ഭക്ഷണം വേവിച്ച് കഴിക്കാൻ തുടങ്ങി. അത് ആദ്യകാലം തീയുടെ ഉപയോഗം എങ്ങനെയാണെന്ന് ഇവർക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ ആദ്യ കാലത്ത് അവരെങ്ങനെയായിരുന്നു ഭക്ഷണം കഴിച്ചത്? എങ്ങനെയാണ് ഭക്ഷണം കഴിച്ചതെന്ന് വെച്ചാൽ
പച്ച ഇറച്ചി, ഇപ്പം നമ്മളെ കോയിനെയാണ് തിന്നും, കോയിനെ പച്ച എങ്ങനെ തിന്നും. പിന്നെ അതിൻ്റെ ഉപയോഗം മനസ്സിലാക്കി അതെങ്ങനെ ഉപയോഗിക്കാമെന്നൊക്കെ മനസ്സിലായതിനു ശേഷം അവർ വേവിച്ച് കഴിക്കാൻ തന്നെ, അതിങ്ങനെ ചുട്ട് തിന്നാൻ തന്നെ പറയും. തീ ഉപയോഗിച്ച് പരിശീലിച്ചത് മനുഷ്യരുടെ ഭക്ഷണ രീതിയിലുണ്ടായ സുപ്രധാന മാറ്റങ്ങളൊന്നാണ്. കാട്ടുതീയിൽപ്പെട്ട് ചത്ത മൃഗങ്ങളുടെയും വെന്ത മാംസങ്ങളുമായിരിക്കാം അവർ കഴിച്ച ആദ്യത്തെ വേവിച്ച ഭക്ഷണം. തീ ഉണ്ടാക്കാനും അതിനെ നിയന്ത്രിച്ച് ഉപയോഗിക്കാനും പരിശീലിച്ചതോടെ മാംസവും മത്സ്യമൊക്കെ ചുട്ടു തിന്നുവാൻ അവർ ആരംഭിച്ചു. ക്രമേണ വേരുകളും കിഴങ്ങുകളും ചുട്ടു തിന്നാൻ തുടങ്ങി. ഇങ്ങനെയാണ് മനുഷ്യർ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുന്ന രീതിയിലേക്ക് എത്തിച്ചേർന്നത്. അത് അവർ ഇത് തീയിൽ വേവിച്ച രസമുണ്ടെന്ന് എങ്ങനെ കണ്ടുപിടിച്ചു? അതായത് ഈ തീയിനെ കൊണ്ട് വെന്തുരുകിയ മൃഗങ്ങളൊക്കെ ചത്തത് അവർ തിന്നു, അപ്പോൾ അതിന് ടേസ്റ്റ് മാറ്റം വന്നു. അപ്പോൾ അങ്ങനെയാണ് അവർ തീരുമാനിച്ചത് തീയിനെ കൊണ്ട് വേവിച്ചാൽ നല്ല രസമുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇതിലേക്ക് വന്നത്. അതേപോലെ കിഴങ്ങ്, അതുകൊണ്ട് കിഴങ്ങ് വർഗ്ഗങ്ങൾക്കപ്പോൾ ചുട്ട് തിന്നാൻ തുടങ്ങി. ഓക്കെ, അലഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്ന മനുഷ്യർ വേട്ടയാടിയും ശേഖരിച്ചും അന്നന്നത്തേക്ക് ആവശ്യമായ ഭക്ഷണം മാത്രമാണ് നേടിയിരുന്നത്. പിൽക്കാലത്ത് ഭക്ഷണ സമ്പാദനത്തിനായി അവർ മറ്റു മാർഗങ്ങൾ കണ്ടെത്താൻ നിർബന്ധിയായി. അത് അവർക്ക് അന്നന്ന് ആവശ്യമായ ഭക്ഷണം മാത്രമേ അന്നേരം കിട്ടിയിട്ടുള്ളൂ. വേട്ടയാടി തിന്നുന്നു അന്നൊരു ദിവസത്തേക്ക്, പിന്നെ ആദ്യം വേട്ടയാടുന്നു, പിന്നെ ആദ്യം അങ്ങനെയാണ് ഇവർ ചെയ്തിരുന്നത്. അപ്പോൾ എന്തൊക്കെ ക്വസ്റ്റ്യനാണ്, എന്തൊക്കെ സാഹചര്യങ്ങളായിരിക്കാം ആദിമ മനുഷ്യരെ ഭക്ഷണ സമ്പാദനത്തിനായി മറ്റ് മാർഗങ്ങൾ കണ്ടെത്താൻ നിർബന്ധമാക്കി? അത് ഭക്ഷണത്തിൻ്റെ എപ്പോഴും വേട്ടയാടാൻ സാധനം കിട്ടുമെന്ന് വെച്ചാൽ ഇല്ല. ഭക്ഷണത്തിൻ്റെ ലഭ്യത കുറവ് തന്നെയാണ്. പിന്നെ ജനസംഖ്യാ വർധന, കുറേ ആൾ വളർന്ന എല്ലാവർക്കും ഭക്ഷണം കിട്ടാൻ പണിയാണ്. ഇപ്പോൾ കേങ്ങളൊക്കെ പറിച്ച് തീരും, പിന്നെ ആദ്യം ഉണ്ടാകണേ പണിയുണ്ട്. പിന്നെ പരിസ്ഥിതിയിലുണ്ടായ മാറ്റങ്ങൾ, ഇതൊക്കെ കാരണം ആദ്യം മറ്റൊരു മാർഗത്തിലേക്ക് വന്നു തുടങ്ങി. ഇനി ഭക്ഷ്യോൽപാദനം. കാലക്രമേണ മനുഷ്യർ ഭക്ഷണാവശ്യത്തിനായി മൃഗങ്ങളെ ഇണക്കി വളർത്താനും സസ്യങ്ങളെ പരിപാലിക്കാൻ തുടങ്ങി. അത് മനുഷ്യരെന്ത് ചെയ്ത് ഭക്ഷണത്തിൻ്റെ ആവശ്യമായി ഇപ്പം ഒരു ആടിനെ പോറ്റുന്നു. എന്തിനാ? അത് അവർക്ക് കഴിക്കാം, പിന്നെ അത് വളർന്ന് കുട്ടിയായി, അപ്പോൾ അതിനെ പ്രസവിച്ചതിന് ശേഷം ആദ്യം ഒരു കുട്ടിയായ ശേഷം നമുക്ക് മറ്റേതിനെ ഇങ്ങനെ കഴിച്ച് തുടങ്ങാം. ഭക്ഷണ ആവശ്യത്തിന് അവർ ആദ്യം ഇണക്കി വളർത്തത് ആടിനെയാണ്. ചെമ്മരിയാട് തുടങ്ങിയ മൃഗം ഭക്ഷണത്തിന് വേണ്ടി ആദ്യം ഇണക്കി വളർത്തത്. പിന്നെ അടുത്തൊരു ഇതാണ്, മനുഷ്യരോട് ആദ്യം ഇണങ്ങിയതും മനുഷ്യർ ആദ്യം ഇണക്കി വളർത്താൻ ആരംഭിച്ചതുമായ മൃഗമാണ് നായ എന്നത്. മനുഷ്യരോട് വേഗം ഇണങ്ങിച്ചേരാൻ കഴിവുള്ളതിനാൽ വേട്ടയാടലിനും കാവലിനും നായകളെ ഉപയോഗപ്പെടുത്തിയിരുന്നു. കൃഷി വ്യാപകമായതോടെ മറ്റ് മൃഗങ്ങളെയും ഭക്ഷണത്തിനായി മറ്റ് ആവശ്യങ്ങളുമായി ഇണക്കി വളർത്താൻ തുടങ്ങി. അതായത് ആദ്യം തന്നെ മനുഷ്യരോട് ഇണങ്ങിയ മൃഗം എന്ന് പറയുന്നത് നായയാണ്. അത് നമുക്ക് ഇന്നും അങ്ങനെ തന്നെ, ഇന്നും നമുക്കൊരു നായയെ പോറ്റാൽ നമ്മളെ അടുത്ത് തന്നെ അത് ഇണങ്ങി നമ്മളോട് നല്ല രീതിയിൽ തന്നെ ആവും. ഓക്കെ, അതുകൊണ്ട് തന്നെ നായകളെ അവർ ഉപയോഗിച്ചു. എന്തിനെ? ഒന്ന് വേട്ടയാടലിന് മുമ്പ് നായകളെ കൂട്ടിച്ചാണ് വേട്ടയാടുമ്പോൾ നായകൾ എന്ത് ചെയ്തു? മണത്ത് പിടിപ്പിക്കൂലേ, അതിന് വേണ്ടി. അപ്പോൾ ഇന്നും നമുക്ക് നായയെ നല്ലവണ്ണം ഇണക്കി വളർത്താൻ പറ്റിയൊരു മൃഗമാണ്. അതേപോലെ ആദിമകാലത്തും നായകളെ ഇണക്കി വളർത്തിയിരുന്നു. ഇനി അവർ കൃഷിയിലേക്ക് പോകുന്ന ഒരു രീതിയാണ് പറയുന്നത്. അത് വലിച്ചെറിഞ്ഞ ഭക്ഷ്യവസ്തുക്കളിൽ നിന്ന് പുതിയ തൈകൾ മുളച്ചു വരുന്ന ശ്രദ്ധയിൽപ്പെട്ടതോടായിരിക്കാം ആദിമ മനുഷ്യർ കൃഷിയെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയത്. അത് നമ്മളിപ്പോൾ ഒരു സംഭവം വലിച്ചാടി, ഇപ്പോൾ എന്താ പറയുക, ഒരു സപ്പോർട്ടൻ്റെ കുരുവോ എന്തെങ്കിലും ഒരു കുരു വലിച്ചാടി, അല്ലെങ്കിൽ മാങ്ങൻ്റെ കൊട്ട വലിച്ചാടി. അതുപോലെ അവർ പണ്ടിങ്ങനെ തിന്ന് കഴിച്ചപ്പോൾ അതങ്ങ് വലിച്ചാടിയപ്പോൾ പിന്നെ അതിൽ നിന്ന് ചെടികളിങ്ങനെ കിളിർത്ത് വരുന്നുണ്ടോ. അപ്പോൾ അവർ മനസ്സിലാക്കി ഇത് നമുക്ക് കൃഷി ചെയ്യാമെന്ന് മനസ്സിലാക്കി. അത് പാറപ്പുറത്തെ വിത്ത് ഉണങ്ങിപ്പോകും, വെള്ളത്തിലിട്ടാൽ ചീഞ്ഞു പോകും, എന്നാൽ ഈർപ്പവും ചൂടുമുള്ള മണ്ണിൽ വിത്ത് മുളക്കുമെന്ന് അവർ മനസ്സിലാക്കി. അതിപ്പോൾ പാറപ്പുറത്തിട്ടാൽ അത് ഉണങ്ങിപ്പോവും, വെള്ളത്തിലാണെങ്കിൽ ഇട്ടാൽ അത് ചീഞ്ഞു പോകും. പക്ഷേങ്കിൽ നല്ല ഈർപ്പവും ചൂടുമുള്ള മണ്ണിൽ ഇട്ടാൽ എന്ത് ചെയ്തു? അത് മുളക്കുമെന്ന് അവർ മനസ്സിലാക്കി. ഇങ്ങനെയാണ് കൃഷി ആരംഭിച്ചത്. തുടർന്ന് ഭക്ഷ്യയോഗ്യമായ ചെടികളും വേരുകളും വൃക്ഷത്തൈകളും തിരഞ്ഞെടുത്ത് നടുവാനും കൃഷി ചെയ്യുവാനും തുടങ്ങി. ഗോതമ്പ്, ബാർലി, ചാമ, കിഴങ്ങ് വർഗ്ഗങ്ങൾ എന്നിവയാണ് ആദ്യകാലത്ത് കൃഷി ചെയ്തത്. ഗോതമ്പ്, ബാർലി, ചാമ, കിഴങ്ങ് വർഗ്ഗങ്ങൾ എന്നിവ ആദ്യകാലത്ത് കൃഷി ചെയ്തു. കൃഷിക്കാവശ്യമായ ജലവും വളക്കൂറുള്ള മണ്ണും പ്രധാനമായത് ലഭ്യമായ നദീതടങ്ങളാണ് മനുഷ്യർ കൃഷി ചെയ്യാൻ തുടങ്ങിയത്. അതിപ്പോൾ നമുക്കൊരു കൃഷി ചെയ്യണമെങ്കിൽ വെള്ളം വേണം. അതുകൊണ്ട് വെള്ളം എവിടെയാണുള്ളത് അവിടെ നോക്കിയിട്ടാണ് ഇത് ആദ്യ മനുഷ്യർ കൃഷി ചെയ്യാൻ തുടങ്ങിയത്. ഇതോടെ ഭക്ഷണം തേടി അലഞ്ഞു തിരിഞ്ഞ മനുഷ്യർ കൃഷിയിടങ്ങളിൽ സമീപത്തെ സ്ഥിരവാസം ആരംഭിച്ചു.
അതായത് ആദ്യത്തെ മനുഷ്യർ എന്ത് ചെയ്യുന്നത് ഭക്ഷണം വേട്ടയാടി ഒരു സ്ഥലത്ത് തന്നെ ജീവിക്കൂല, അതായത് മറ്റൊരു സ്ഥലത്തേക്ക് അലഞ്ഞ് തിരിയുകയാണ് ചെയ്തത്. ഇപ്പോൾ കൃഷിയുണ്ട്, അപ്പോൾ നമുക്ക് ഒരു സ്ഥലത്ത് തന്നെ സ്ഥിര സാമത അവിടെ തന്നെ നിന്നിട്ട് അവിടെ തന്നെ കൃഷി ചെയ്ത് അതിനെ കൊണ്ട് നമുക്ക് ജീവിക്കാമെന്ന് മനസ്സിലായി. ഓക്കെ, എന്താണ് കൃഷിയിടങ്ങളിൽ ഒരു അടുത്ത ക്വസ്റ്റ്യനാണ്. കൃഷിയിടങ്ങൾക്ക് സമീപത്ത് സ്ഥിര താമസമാക്കിയത് കൊണ്ട് അവർക്ക് എന്തെല്ലാം നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും നോക്കാം. ഒന്നാമത്തെ നേട്ടം, കൃഷിയിടങ്ങൾ സംരക്ഷിക്കാൻ സാധിച്ചു. ഭക്ഷണം തേടി അലഞ്ഞു തിരിയേണ്ടി വന്നില്ല. ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത വർദ്ധിച്ചു. കൂടുതൽ വിശ്രമ സമയം കിട്ടി. ഓക്കെ, അതായത് ഇപ്പം ഒരു കൃഷി സ്ഥലത്ത് തന്നെ സമീപിച്ച് സ്ഥിരമാക്കിയത് കൊണ്ടുള്ള അവർക്ക് ഉപകാരങ്ങളാണ്. അതായത് കൃഷിയിടങ്ങൾ സംരക്ഷിക്കാൻ സാധിച്ചു, ഭക്ഷണം തേടി അലഞ്ഞു തിരിയേണ്ടി വന്നില്ല, ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത വർദ്ധിച്ചു, കൂടുതൽ വിശ്രമ സമയം കിട്ടി. അടുത്തതാണ് ആദ്യകാല കാർഷിക ഉപകരണങ്ങൾ എന്തൊക്കെയാണ്? ആദ്യകാല കാർഷിക ഉപകരണങ്ങളാണ് കമ്പ്, കല്ല്, കൊമ്പ്, എല്ലി എന്നിവയായിരുന്നു ആദ്യകാല കാർഷിക ഉപകരണങ്ങൾ. മണ്ണിണക്കി വിത്ത് കുഴിച്ചിടാൻ ഉപകരണങ്ങൾ സഹായമായി. അപ്പോൾ ആദ്യകാല കാർഷിക ഉപകരണങ്ങൾ വെച്ചാൽ കമ്പ്, കല്ല്, കൊമ്പ്, എല്ലി എന്നിവയായിരുന്നു. മനുഷ്യരുടെ ആദ്യകാല കാർഷിക ഉപകരണങ്ങൾ ഇതൊക്കെയായിരുന്നു. ഇനി ഭക്ഷ്യവസ്തുക്കളുടെ സംരംഭമാണ്. ഭക്ഷ്യവസ്തുക്കളുടെ ഭക്ഷ്യവസ്തുക്കളുടെ സംഭരണം എങ്ങനെ നോക്കാം. അത് ആദിമ മനുഷ്യർ അന്നന്നേക്ക് ആവശ്യമായ ഭക്ഷണം മാത്രമായിരുന്നു ശേഖരിച്ചിരുന്നത്. എന്നാൽ കൃഷി പുരോഗതി പ്രാപിച്ചതോടെ മനുഷ്യർക്ക് ആവശ്യമതിൽ അധികം ഭക്ഷ്യവസ്തുക്കൾ ലഭിച്ചു. അതായത് ദൈനംദിന ആവശ്യങ്ങൾ കഴിഞ്ഞ് ബാക്കിയായവ സൂക്ഷിച്ചു വയ്ക്കുന്നതിന് പ്രത്യേകം സൗകര്യങ്ങൾ ആവശ്യമായി വന്നു. അതായത് ബാക്കിയായ ഭക്ഷ്യവസ്തുക്കൾ എന്തൊക്കെയായിരിക്കാം അവർ സൂക്ഷിച്ചിട്ടുണ്ടാകാം, എന്തിലൊക്കെയായിരിക്കാം അവർ സൂക്ഷിച്ചിട്ടുണ്ടാകാം. അത് മൺപാത്രങ്ങൾ ഉണ്ടാക്കി അതിൽ സൂക്ഷിച്ചു. മൃഗത്തോൽ കൊണ്ട് നിർമ്മിച്ച സഞ്ചികൾ കൊണ്ട്, ഈറ കൊണ്ട് നിർമ്മിച്ച കൂട്ടകൾ കൊണ്ട്. അതായത് ഇവരിപ്പോൾ കൃഷി ചെയ്യൽ മാത്രമല്ല, അത് കുറച്ച് കാലത്തേക്ക് സംഭരിച്ചു വെക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അത് അവർക്ക് മനസ്സിലായി ഇത് ഭാവിയിലേക്കും, അതായത് ഇന്ന് മാത്രം പോരാ നാളത്തേക്കും ഭാവിയിലേക്കും ആണെന്നുള്ളതിൽ അവർ സംഭരണ രീതി എന്ത് ചെയ്തു തുടങ്ങി. അതാണ് മൺപാത്രങ്ങൾ ഉണ്ടാക്കി, അതുപോലെ മൃഗത്തോൽ കൊണ്ട് നിർമ്മിച്ച സഞ്ചികൾ ഉണ്ടാക്കി, ഈറ കൊണ്ട് നിർമ്മിച്ച കൂട്ടകളൊക്കെ ഉണ്ടാക്കി അതിലൊക്കെ ഇതൊക്കെ തുടങ്ങി. വെള്ളത്തിലിട്ട് അലിഞ്ഞു പോകുന്നതാണല്ലോ മൺകട്ട. അത് വെള്ളത്തിലിട്ടാൽ നമ്മളൊരു മൺകട്ട വെള്ളത്തിലിട്ടാൽ അത് അലിഞ്ഞു പോകും. എന്നാൽ മണ്ണ് കുഴച്ച് പാത്രങ്ങളായി രൂപപ്പെടുത്തി ചുട്ടെടുത്താൽ വെള്ളം ശേഖരിക്കാമെന്നും ചൂടാക്കാമെന്നും മനുഷ്യർ മനസ്സിലാക്കി. അത് മൺകട്ട എന്നാൽ ഒരു വെള്ളത്തിലിട്ട അലിഞ്ഞു പോകുമെന്ന് മനസ്സിലായി. പക്ഷെങ്കിൽ മണ്ണ് കുഴച്ചൊരു പാത്രമാക്കി അത് ചുട്ടെടുത്താൽ അത് വെള്ളം ശേഖരിക്കാനെന്നും ഉപയോഗിക്കാമെന്നും അവർ മനസ്സിലാക്കി. ആദ്യകാലങ്ങളിൽ കളിമൺ കുഴച്ച് കൈകൾ കൊണ്ടാണ് മൺപാത്രങ്ങൾ നിർമ്മിച്ചിരുന്നത്. കൃഷി വ്യാപകമായതോടെ ധാന്യങ്ങൾ സൂക്ഷിച്ചു വെക്കാൻ പല വലിപ്പത്തിലുള്ള മൺപാത്രങ്ങൾ ആവശ്യമായി വന്നു. മൺപാത്രങ്ങൾ ആഹാരം പാചകം ചെയ്യുന്നതിനും ഉപയോഗിച്ചിരുന്നു. അവ നിർമ്മിക്കാനുള്ള ചക്രം കണ്ടുപിടിച്ചത് മനുഷ്യ ചരിത്രത്തിലെ പ്രധാന വഴിത്തിരിവാണ്. ഇത് മൺപാത്ര നിർമ്മാണം വ്യാപകമാക്കുന്നതിന് കാരണമായി. ഭക്ഷ്യധാന്യങ്ങൾ സംഭരിച്ച് സൂക്ഷിക്കുന്നതിനായി പ്രാചീന കാലത്ത് ധാന്യപ്പുരകൾ ലഭിച്ച തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. എന്താണ് ധാന്യപ്പുര? പ്രാചീന ഇന്ത്യയിൽ നിലനിന്നിരുന്ന നദീതട സംസ്കാരമായിരുന്നു സിന്ധു നദീതട സംസ്കാരം അഥവാ ഹാരപ്പൻ സംസ്കാരം. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതകളാണ് ധാന്യപ്പുര എന്ന് പറയുന്നത്. അവ ഇഷ്ടിക കൊണ്ടാണ് കെട്ടിയുണ്ടാക്കിയിരുന്നത്. അത് വിദൂര ഗ്രാമങ്ങളിൽ നിന്ന് ധാന്യങ്ങൾ കൊണ്ടുവന്ന് ഈ ധാന്യപ്പുരകൾ സൂക്ഷിച്ചു വച്ചിരുന്നു. അതെന്താണ് ധാന്യപ്പുര എന്ന് വെച്ചാൽ പ്രാചീന ഇന്ത്യയിൽ നിന്നൊരു നദീതര സംസ്കാരമാണ് സിന്ധു. ഇവിടുത്തെ മെയിൻ ഇതാണ് ഒരു ധാന്യപ്പുര. അപ്പോൾ ധാന്യപ്പുര അവരുണ്ടാക്കി തുടങ്ങി. അങ്ങനെ അടുത്താണ് ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റമാണ്. ആദിമ മനുഷ്യർ ആവശ്യത്തിലധികം വന്ന ഭക്ഷ്യവസ്തുക്കൾ പിൻകാലത്ത് ഉപയോഗത്തിനായി സൂക്ഷിക്കുക വെക്കുക മാത്രമാണോ ചെയ്തത്? അത് ഇവരെന്തൊക്കെ ചെയ്തു? ഭക്ഷ്യവസ്തു കൈമാറ്റം ചെയ്യാൻ തുടങ്ങി. അത് അധികം വന്ന ഭക്ഷ്യവസ്തുക്കൾ പിന്നീടുള്ള ഉപയോഗത്തിന് സംഭരിക്കുക മാത്രമല്ല, അവ ആവശ്യക്കാർക്ക് കൈമാറ്റം ചെയ്യപ്പെടാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ അന്ന് എങ്ങനെയായിരിക്കാം ഇത്തരം കൈമാറ്റങ്ങൾ നടന്നിട്ടുണ്ടാവുക? ഇന്നത്തെ പോലെയല്ല അന്നത്തെ കാലം. ഒരു വണ്ടിയില്ല, അപ്പുറം കൊണ്ട് കൊടുക്കാൻ പണിയാണ്. അപ്പോൾ തനിക്ക് ആവശ്യമുള്ള വസ്തുക്കൾ നേടുന്നതിനായി ഓരോരുത്തരും സംഭരിച്ചു വരുന്ന വസ്തുക്കൾ മറ്റുള്ളവർക്ക് കൈമാറുന്നു. അതായത് എനിക്കിപ്പോൾ എന്ത് വേണം? ഉരുളക്കിഴങ്ങ് വേണം. മറ്റവനിപ്പം തക്കാളി വേണമെങ്കിൽ അപ്പുറം ഇപ്പുറം മാറ്റിയിട്ടാണ് എന്ത് ചെയ്തത്? ഭക്ഷ്യവസ്തുക്കളുടെ സംരംഭണം തുടങ്ങിയത്. ഇനി
ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം ദക്ഷിണേന്ത്യയിൽ ഏകദേശം 1500 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ദക്ഷിണേന്ത്യയിൽ ഭക്ഷ്യവസ്തുക്കളെ കൈമാറ്റം നിലനിന്നതായി സംഘകാല കൃതികൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അതായത് ഓരോ പ്രദേശത്തുള്ളവരും മറ്റ് പ്രദേശങ്ങളിലുള്ളവർക്ക് അവർ സമാഹരിച്ച ഭക്ഷ്യവസ്തുക്കൾ കൈമാറുകയും അവരിൽ നിന്ന് തങ്ങൾക്ക് ആവശ്യമുള്ള സ്വീകരിക്കുകയും ചെയ്യുന്നു. കടൽ തീരത്ത് താമസിച്ചു വരുന്നവർക്ക് മറ്റ് പ്രദേശങ്ങളിലുള്ളവർക്ക് ഉണക്ക മത്സ്യവും ഉപ്പും കൈമാറി പകരം മറ്റുള്ളവരിൽ നിന്ന് മറ്റു ഭക്ഷ്യവസ്തുക്കളും വനവിഭവങ്ങളും സ്വീകരിച്ചിരുന്നു. വനപ്രദേശത്തിലുള്ളവർ ഇതര പ്രദേശത്തിലുള്ളവർക്ക് വനവിഭവം കൈമാറി. സമതലങ്ങൾ താമസിച്ച് തങ്ങളുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ ഇതര പ്രദേശം കൈമാറി. അതായത് പണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംഭവം പണ്ട് പണമില്ല, അതുകൊണ്ട് അവർ നമുക്കിപ്പോൾ എന്താ സാധനം വേണ്ടേ? നമുക്കിപ്പം വേണ്ടത് ഇപ്പോൾ മത്സ്യമാണെങ്കിൽ മറ്റുള്ളവരെന്ത് തരും? മത്സ്യം നമുക്ക് വേണമെങ്കിൽ മറ്റുള്ളവർക്ക് എന്ത് വരുന്നത്? ഒരു പച്ചക്കറി കൊടുത്താൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റമാണ് എന്നത്. കൈമാറ്റ സമ്പ്രദായം എന്താണ്? കൈമാറ്റ സമ്പ്രദായം നാണയ വ്യവസ്ഥ നിലവിൽ വരുന്നതിന് മുമ്പ് സാധനങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്യുന്നതാണ് ഉണ്ടായിരുന്നത്. ഈ കൈമാറ്റ രീതിയാണ് ബാർട്ടർ സമ്പ്രദായം എന്നറിയുന്നത്. അതായത് പണ്ട് കാലത്ത് നാണയമില്ല, അപ്പോൾ കൈമാറ്റ സമ്പ്രദായം ഉണ്ടത്. അപ്പോൾ പണ്ട് കാലത്ത് നാണയമില്ലാത്തതുകൊണ്ട് എന്ത് ചെയ്തു? അപ്പോൾ നമുക്കിപ്പോൾ ഒരു കാർഷിക ഉപകരണമാണെങ്കിൽ നമുക്ക് പകരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സാധനം കൊടുക്കാം. ഇപ്പോൾ തക്കാളി വേണമെങ്കിൽ ഉള്ളി കൊടുക്കാം, അതേപോലെ അരി വേണമെങ്കിൽ പിന്നെ തക്കാളി കൊടുക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയാണ് നമുക്ക് വേണ്ടതും അവർക്ക് വേണ്ടുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യുന്നതാണ്. ഇതിനാണ് ബാർട്ടർ സിസ്റ്റം എന്ന് പറയുന്നത്. ഇത്തരം കൈമാറ്റങ്ങൾ സമൂഹത്തിൽ നിരവധി മാറ്റങ്ങൾക്ക് തന്നെ ഇടയാക്കി. അതായത് സാധനങ്ങളുടെ കൈമാറ്റം കച്ചവടത്തിലേക്ക് നയിച്ചു. അതുവഴി ചന്തകൾ രൂപം കൊണ്ടു. ചന്തകൾ ക്രമേണ കച്ചവട കേന്ദ്രമായി വികസിച്ചു. സാധനങ്ങൾ വാങ്ങുന്നതിനും വിൽക്കുന്നതിനും ജനങ്ങൾ കച്ചവട കേന്ദ്രങ്ങൾ എത്തുകയും അവ ക്രമേണ നഗരങ്ങളായി മാറുകയും ചെയ്തു. ആദ്യകാലങ്ങളിൽ കേരളത്തിലെ ജനങ്ങൾ ഭക്ഷ്യവസ്തുക്കൾ ശേഖരിക്കുന്നതിനും വിദൂര സ്ഥലങ്ങളിൽ കൊണ്ടുപോകുന്നതിനും കൈമാറ്റം ചെയ്യുന്നത് എന്തെല്ലാം വസ്തുക്കൾ മാർഗങ്ങളുമായിരിക്കാം ഉപയോഗപ്പെടുത്തുന്നത്? നമുക്കൊന്ന് ചർച്ച ചെയ്ത് നോക്കേണ്ടി വരും. അതെന്ന് സംബന്ധിച്ചാൽ ചിലവുമാണെങ്കിൽ പണ്ട് എങ്ങനെ കൊണ്ടുപോയിട്ടുണ്ടാവും? നടന്നു കൊണ്ടുപോയിട്ടുണ്ടാവും. കൈമാറ്റം ചെയ്യാൻ വേണ്ടി വണ്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നടന്നു കൊണ്ടുപോയിട്ടുണ്ടാവും. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ എന്താ പറയുക, നടന്നു കൊണ്ടുപോയിട്ട് മിക്കവാറും അവർ നടന്നിട്ട് കൊണ്ടുപോയിട്ട് വന്നിട്ടുണ്ടാവും സാധനങ്ങൾ. അല്ലെങ്കിൽ ഒരു വണ്ടി നോക്കാം. ഇനി ദേശങ്ങൾ കടന്നു ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം. അതായത് ദേശങ്ങൾ കടന്നു. അത് ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം ഒരു പ്രദേശത്ത് മാത്രമായി ഒതുങ്ങി നിന്നിരുന്നില്ല. ദേശങ്ങൾ കടന്നും ഈ കൈമാറ്റം വ്യാപിച്ചിരുന്നു. പ്രാചീന കാലം മുതൽ തന്നെ നമ്മുടെ നാടിന് വിദൂര ദേശങ്ങളുമായി സാധനങ്ങളുടെ കൈമാറ്റം ഉണ്ടായിരുന്നു. റോമക്കാർ, ചൈനക്കാർ, അറബികൾ, പേർഷ്യക്കാർ, ജൂതർ എന്നിവരുമാണ് പ്രധാനമായും കൈമാറ്റം ചെയ്യുന്നത്. അതായത് നമ്മൾ പഴയ കാലഘട്ടത്തിൽ തന്നെ മറ്റു രാജ്യങ്ങളുമായിട്ട് നമ്മൾ എന്ത് ചെയ്തിരുന്നു? ഈ സാധനങ്ങൾ കൈമാറ്റം ചെയ്യാൻ തുടങ്ങിയേ. അതായത് റോമക്കാരായിക്കോട്ടെ, ചൈനക്കാരായിക്കോട്ടെ, അറബികളായിക്കോട്ടെ, പേർഷ്യക്കാരായിക്കോട്ടെ, ജൂതർ എന്നിവരുമായിട്ടാണ് പ്രധാനമായും കൈമാറ്റം തുടങ്ങിയത്. ഇനി അടുത്തൊരിതാണ്, ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് സഞ്ചാരിയായ വാസ്കോ ഡ ഗാമ തിരികെ യൂറോപ്പിലേക്ക് പോകുമ്പോൾ യാത്രാ ചെലവിൻ്റെ 60 ഇരട്ടി വിലയുടെ ചരക്കുകൾ കൊണ്ടുപോകുന്നതായി ചരിത്രരേഖകൾ പറയുന്നു. വാസ്കോ ഡ ഗാമ ഇന്ത്യയിലെത്തി ശരി തന്നെ, പക്ഷേ ഇയാൾ നമ്മൾ കൊണ്ടുപോയി നമ്മളെ സാധനം മൊത്തം എടുത്താൽ പോയി. ഇന്ത്യയിലുള്ള എല്ലാ വിഭവങ്ങളും എടുത്തിട്ടാണ് സുഗന്ധവ്യഞ്ജനങ്ങളാണ് കൂടുതലുമായി ഇയാൾ കൊണ്ടുപോയത്. ഇന്ത്യയിൽ നിന്ന് മറ്റ് ദേശങ്ങളിലേക്ക് പ്രധാനമായി കൈമാറ്റം ചെയ്യപ്പെട്ടത് കുരുമുളക്, ഏലം, ഇഞ്ചി, ഗ്രാമ്പു, കറുവപ്പട്ട തുടങ്ങിയ സുഗന്ധവ്യഞ്ജനങ്ങളായിരുന്നു. ഇവ വിദേശികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് കറുത്ത പുഞ്ഞ എന്നറിയപ്പെടുന്ന കുരുമുളകായിരുന്നു. ഇത് ഏറ്റവും കൂടുതൽ വിദേശികൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണ്? കറുത്ത പുഞ്ഞ എന്നറിയപ്പെടുന്ന കുരുമുളകാണ് വിദേശികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഇനി കച്ചവടത്തിൻ്റെ വ്യാപനമാണ് പിൽക്കാലത്ത് വിദൂരദേശങ്ങൾ തമ്മിലുള്ള ഭക്ഷ്യവസ്തുക്കളെ കൈമാറ്റത്തിന് നയിച്ചത്. ഇത്തരം കൈമാറ്റത്തിൻ്റെ ഫലമായി ഇന്ത്യയിൽ പ്രചാരത്തിൽ വന്ന ചില ഭക്ഷ്യവിഭവങ്ങളുടെ ചിത്രങ്ങളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. പേരയ്ക്ക വന്നു, പപ്പായ വന്നു, കൈതച്ചക്ക വന്നു, കശുവണ്ടി വന്നു, മരച്ചീനി വന്നു, ഉരുളക്കിഴങ്ങ് വന്നു. അത് പേരയ്ക്കയുടെ ജന്മദേശം എന്നറിയുന്നത് മെക്സിക്കോയിലാണ്. ഉഷ്ണമേഖലയിലെ ആപ്പിൾ അഥവാ പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിലെത്തിയത്. വിറ്റാമിൻ എ, ബി, സി തുടങ്ങിയവ അടങ്ങിയിട്ടുണ്ട്. ഇനി ഭക്ഷ്യവിഭവങ്ങളുടെ കൈമാറ്റം ഇപ്പോഴും തുടരുന്നുണ്ട്. കച്ചവടത്തിന് പുറമെ തൊഴിൽ തേടിയും വിദ്യാഭ്യാസത്തിനും വിനോദത്തിനും മറ്റും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ മനുഷ്യർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. അത് ഇന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു?
ജോലിക്ക് വേണ്ടി ഗൾഫ് രാജ്യങ്ങളിൽ പോകുന്നു, അല്ലെങ്കിൽ അമേരിക്കയിൽ പോകുന്നു. അതുപോലെ നമ്മൾ ഇന്നും നമ്മളുടെ സാധനങ്ങൾ, ഇന്ത്യൻ സാധനങ്ങൾ നമ്മൾ എവിടെ മറ്റ് വിദേശത്ത് പോയാലും നമ്മൾ ഇന്ത്യൻ സാധനം കാണാം. അത് മുമ്പേ നിലനിന്നത് ഇപ്പോഴും പോകുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ആ രാജ്യങ്ങളിലേക്ക് അടക്കം പോകാൻ തുടങ്ങി. ഇപ്പോൾ നമ്മളെ സാധനങ്ങൾ മാത്രമല്ല, നമ്മളും അവിടത്തേക്ക് പോകാൻ തുടങ്ങി. ഇനി ഭക്ഷണവും അസമത്വവും. ഭക്ഷണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള അസമത്വങ്ങൾ നിലനിന്നിരുന്നു. സാമൂഹികമായ അസമത്വങ്ങൾ. എല്ലാ വിഭാഗം ജനങ്ങളും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നതിന് തടസ്സമുണ്ടായി. ഈ വിവേചനത്തിനെതിരെ സാമൂഹ്യ പരിഷ്കർത്താവ് സഹോദര അയ്യപ്പൻ നേതൃത്വത്തിൽ എറണാകുളത്തെ ചെറായിയിൽ മിശ്രഭോജനം നടത്തുന്നുണ്ടായി. ഈ പണ്ട് കാലത്ത് നമ്മുടെ ഇന്ത്യയിൽ അയിത്തം എന്നത് വളരെ അധികമായിരുന്നു. അതായത് ഭക്ഷണം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിന് അസമത്വങ്ങളുണ്ടായി. ഇപ്പോൾ നമ്മൾ മറ്റു ജാതിക്കാരൊക്കെ വേറെ വേറെ ആൾക്കാരാണെങ്കിൽ ഇന്നത്തെ പോലെയല്ല. അതായത് ഇപ്പോൾ നമ്മൾ ഒരുമിച്ച് കൂട്ടുന്നതിനൊക്കെ ഒരു പ്രശ്നമുണ്ട്. ഈ വിവേചനം കണ്ടു നടിക്കാൻ നമ്മുടെ സഹോദരൻ അയ്യപ്പന് കണ്ടില്ല. സഹോദരൻ അയ്യപ്പൻ എന്ത് ചെയ്തു? ഒരു മിശ്രഭോജനം നടത്തുകയെ. എന്താണ് മിശ്രഭോജനം നോക്കാം. 1917 മെയ് മാസം 21 വിവിധ ജാതിക്കാരെ ഒന്നിച്ചിരുത്തി സഹോദരൻ അയ്യപ്പൻ്റെ നേതൃത്വത്തിൽ എറണാകുളം ജില്ലയിലെ ചെറായിയിൽ മിശ്രഭോജനം സംഘടിപ്പിക്കുന്നത്. എല്ലാ വിഭാഗം ജനങ്ങളും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടതിനെതിരെയാണ് ഈ സമരം നടന്നത്. മിശ്രഭോജനം നേതൃത്വം കൊടുത്തതിൽ ശക്തമായ എതിർപ്പ് സഹോദരൻ അയ്യപ്പന് നേരിടേണ്ടി വന്നു. കേരളത്തിൽ നിലനിന്നിരുന്ന സാമൂഹ്യമായ അസമത്വമാണ് ഇത് വെളിവാക്കുന്നത്. ജാതി വ്യവസ്ഥയാണ് ഈ അസമത്വത്തിന് കാരണം. അത് കേരളത്തിൽ പണ്ട് കാലത്ത് മറ്റുള്ള എല്ലാ ജാതിക്കാർക്കും കൂടി ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് ഭയങ്കര സംഭവമാണ്. അത് പറ്റുകയില്ല. പക്ഷേ നമ്മളെ സഹോദരൻ അയ്യപ്പൻ എന്ത് ഒരു മിശ്രഭോജനം സംഘടിപ്പിച്ചു. എന്ത് 1917 മെയ് 29 എവിടെ? എറണാകുളം ജില്ലയിലെ ചെറായിലാണ് അങ്ങ് സംഘടിപ്പിച്ചത്. ഓക്കെ, ഈ സംഘടിപ്പിച്ചതിന് സഹോദരനക്ക് വളരെ എതിർ അഭിപ്രായമാണ് ഉണ്ടായത്. ഭക്ഷണവുമായി ബന്ധപ്പെട്ട ജാതി വിഭജനം ഇന്നും നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ടോ? ഇന്ന് നമ്മുടെ നാട്ടിൽ ഇപ്പം നിലനിൽക്കുന്നുണ്ടോ ചോദിച്ചാൽ ഇന്ന് കുറവാണ്. ഇന്ന് നമ്മളെ കേരളം എന്ന സംസ്ഥാനങ്ങൾ എടുത്തു നോക്കിയാൽ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് വിവേചനമൊന്നുമില്ല. ഇതെല്ലാം ഇത്തരത്തിലുള്ള വിവേചനം നമ്മുടെ രാജ്യത്ത് നിയമത്തിലൂടെ തന്നെ ഇപ്പോൾ നിരോധിച്ചിട്ടുണ്ട്. എന്താണ് പട്ടിണിയുടെ നേർക്കാഴ്ചൽ? പട്ടിണി എന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് ഇന്ത്യ എന്ന രാജ്യങ്ങൾ മൊത്തം എല്ലാവരും ഇപ്പോൾ പട്ടിണിയിലാണെന്ന് പറഞ്ഞാൽ അത് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. എന്നാൽ പട്ടിണി ഇന്ത്യയിലെ എല്ലാ ജനങ്ങളും പട്ടിണിയല്ല നമുക്കറിയാം. പക്ഷെങ്കിൽ നമ്മൾ കാണാത്ത ചില സ്ഥലങ്ങളിൽ ഇന്നും പട്ടിണി കിടക്കുന്നവരുണ്ടാകും. നോക്കാം. ബംഗാളിലെ ഭക്ഷ്യക്ഷാമം. അതായത് ഈ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് ആവശ്യമായ ഭക്ഷണം എല്ലാ മനുഷ്യരുടെയും അവകാശമാണ്. എന്നാൽ ജീവൻ നിലനിർത്താൻ ഒരു നേരത്തെ ഭക്ഷണം പോലും കിട്ടാതെ ആയിരങ്ങൾ ലോകത്തിൻ്റെ പല ഇടങ്ങളുമുണ്ട്. കാലാവസ്ഥ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, യുദ്ധം, തൊഴിലില്ലായ്മ തുടങ്ങിയ പട്ടിണിക്ക് കാരണമാകുന്നുണ്ട്. എന്താണ് ബംഗാളിലെ ഭക്ഷ്യക്ഷാമം നോക്കാം. ബ്രിട്ടീഷ് ഭരണകാലത്തെ അമിതമായ സാമ്പത്തിക ചൂഷണം ഇന്ത്യയിൽ ഭക്ഷ്യക്ഷാമത്തിന് കാരണമാവുകയും തൽഫലമായി നിരവധി പേർ മരണപ്പെടുകയും ചെയ്തു. ഇതിനൊരു ഉദാഹരണമാണ് 1943 ബംഗാളിൽ ഉണ്ടായ ഭക്ഷ്യക്ഷാമം. ബംഗാളിലെ ജനങ്ങളുടെ പ്രധാന ഉപജീവനമാർഗം കൃഷി ആയിരുന്നു. ബംഗാൾ തീരത്തുണ്ടായ ശക്തമായ കൊടുങ്കാറ്റിൻ്റെ ഫലമായി അവിടുത്തെ നെൽകൃഷി വ്യാപകമായി നശിച്ചു. ഇതിനെ തുടർന്ന് ബംഗാളിൽ ഭക്ഷ്യക്ഷാമം ഉണ്ടായി. ഈ ക്ഷാമകാലത്ത് ഏകദേശം 30 ലക്ഷം പേർ പട്ടിണി കൊണ്ട് മരിച്ചു. ഈ പട്ടിണി കൊണ്ടാണ് ബംഗാളിലെ അവരുടെ കൃഷിയിടങ്ങളൊക്കെ ശക്തമായ കാറ്റിനെ കൊണ്ടിതായി. അപ്പോൾ ഇന്ത്യയിൽ തന്നെ സംഭവമാണ്, പട്ടിണി കൊണ്ട് മരിക്കുന്നു. സമ്പത്തിൻ്റെ വിതരണത്തിന് അസമത്വമാണ് പട്ടിണിക്കുള്ള മറ്റൊരു കാരണം. എല്ലാവർക്കും തുല്യമായതല്ല സമ്പത്ത് വിതരണം ചെയ്യുന്നത്. അതിനാൽ ചിലർ യഥേഷ്ടം ഭക്ഷണം കഴിക്കുമ്പോൾ മറ്റു ചിലർ പട്ടിണി കിടക്കേണ്ടി വരുന്നു. ദാരിദ്ര്യത്തിനും പട്ടിണിക്കുമെതിരെയുള്ള പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുകയും എല്ലാവർക്കും ഭക്ഷണം ഉറപ്പാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ഓരോ വർഷവും ഒക്ടോബർ 16 ലോക ഭക്ഷ്യദിനമായി ആചരിക്കുന്നു. ദാരിദ്ര്യ നിർമ്മാർജ്ജന വിവിധ പദ്ധതി നടപ്പിലാക്കി മാതൃകയായ സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി കേരള സർക്കാർ രൂപം കൊടുത്ത പദ്ധതിയാണ് കുടുംബശ്രീ മിഷൻ. ദാരിദ്ര്യം മുക്തമാക്കാൻ എന്നതിൽ കൊണ്ടുവന്ന കേരള സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ് കുടുംബശ്രീ മിഷൻ എന്ന് പറയുന്നത്. ഇനി ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം.
2013. ഇന്ത്യയിൽ ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം 2013 നിലവിൽ വന്നത്. എല്ലാവർക്കും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക എന്നതാണ് ഈ നിയമത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഈ ലക്ഷ്യം മുൻനിർത്തി പ്രവർത്തിക്കുന്ന ശക്തമായ ഒരു പൊതുവിതരണ സംവിധാനം നമ്മുടെ രാജ്യത്തിൻ്റെ നിലവിലുണ്ട്. ഇനി ഭക്ഷണവും ആരോഗ്യവും. മനുഷ്യരുടെ ജീവൻ നിലനിർത്തുന്ന അടിസ്ഥാന ആവശ്യത്തിലൊന്നാണ് ഭക്ഷണം. ആരോഗ്യം നിലനിർത്തുന്ന ഭക്ഷണത്തിന് സുപ്രധാനപ്പെട്ട പങ്കുണ്ട്. പോഷകസമൃദ്ധമായ ഭക്ഷണം കഴിക്കുന്നതിലൂടെ നമ്മുടെ ശാരീരികവും മാനസികമായ ആരോഗ്യം നിലനിർത്താൻ സാധിക്കുന്നു. എന്നാൽ അനാരോഗ്യമായ ഭക്ഷണശീലം ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. ഇനി 2023 പ്രത്യേകതയാണ് അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി പ്രഖ്യാപിച്ചു. അത് ഐക്യരാഷ്ട്ര സംഘടനയുടെ നിർദ്ദേശപ്രകാരം 2023 അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി തിരഞ്ഞെടുക്കപ്പെട്ടു. ചെറുധാന്യങ്ങളുടെ ഉൽപ്പാദനവും ഉപഭോഗവും പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് അന്താരാഷ്ട്ര ചെറുധാന്യ വർഷാചരണത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അത് പുല്ലുവർഗത്തിൽപ്പെടുന്ന ധാന്യവിളയാണ് ചെറുധാന്യങ്ങൾ. ജോവർ, റാഗി, വരക്, തിന തുടങ്ങിയ ചെറുധാന്യങ്ങൾ ഉൾപ്പെടുന്നു. ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളെയും മറ്റ് ജീവിതശൈലി രോഗങ്ങളെയും നിയന്ത്രിക്കാൻ ചെറുധാന്യങ്ങൾക്ക് കഴിയും. എന്നാൽ പോഷക സമൃദ്ധമായ ചെറുധാന്യം നമ്മുടെ ഭക്ഷണത്തിൽ നിത്യേന ഉൾപ്പെടുത്തണം. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മുടെ പാഠം. അപ്പോൾ രണ്ടാമത്തെ പാഠം എന്ന് പറയുന്നത് എന്താണ്? നമ്മളെ ആദിമ മനുഷ്യർ, നമുക്ക് ഇപ്പോൾ നമ്മളിപ്പോൾ ഭക്ഷണം കഴിക്കുന്ന രീതിയും മുന്നേ നമ്മുടെ ഇതും ആദിമകാലത്തെ ഭക്ഷണവും മനുഷ്യരുമാണ്. വേട്ടയാടി പിന്നെ അതിങ്ങനെ മാറി 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 കൃഷി ചെയ്ത് തുടങ്ങി. അങ്ങനെയാണ് പിന്നെ കൃഷിയിൽ നിന്ന് മറ്റൊരു രാജ്യം അങ്ങനെയാണ് ഉള്ളത്. അതായത് കൃഷി ചെയ്തു തുടങ്ങി. അതിനെപ്പറ്റിയാണ് രണ്ടാമത്തേത്. ഇന്ന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെപ്പറ്റി, അതാണ് രണ്ടാമത്തെ ഭക്ഷണവും മനുഷ്യരും എന്ന പാഠത്തിൽ പറയുന്നത്. ഓക്കെ.